ഹലോ ഹാക്കേഴ്സ്, പ്രണവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർട്ട്സ്ഫിഗർ വീഡിയോ സീരീസിൻ്റെ 5th വീഡിയോ ആണ്. അപ്പം ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന ലാബിൻ്റെ പേര് SQL ഇഞ്ചക്ഷൻ അറ്റാക്ക് ലിസ്റ്റിംഗ് ദ ഡേറ്റാബേസ് കണ്ടൻറ്റ്സ് ഓൺ നോൺ ഒറാക്കിൾ ഡേറ്റാബേസസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിയൻ യൂസ് ചെയ്തിട്ട് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു യൂസറുണ്ട്. ആ ഒരു യൂസറിൻ്റെ പാസ്വേഡ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം ഈ യൂണിയൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹിൻ്റായിട്ട് നമുക്ക് SQL ഇഞ്ചക്ഷൻ്റെ ചീറ്റ് ഷീറ്റേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം, ആവശ്യം വരും. ഓക്കെ, അത് ലോഡായിട്ടുണ്ട്. കാറ്റഗറി ഫീൽഡിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു വൾനറബിലിറ്റി ഉള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പോർട്ട്സ്ഫിഗർ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യട്ടെ. ഓക്കെ, അതിൽ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. സോ ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ. ജസ്റ്റ് ഒന്ന് ഗിഫ്റ്റ് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, വന്നിട്ടുണ്ട്. നമുക്കത് റിപ്പീറ്ററിലേക്ക് പാസ് ചെയ്യാം. ഈ മോഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് യൂണിയൻ യൂസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം എത്ര കോളം വേണമെന്നറിയണം. അതിനായിട്ട് ആ ഒരു പേരോട് നമുക്ക് സെറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവട്ടും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 2 സ്ട്രിങ് വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ യൂണിയൻ വരുമ്പോഴത്തേക്ക് അറിയാമല്ലോ, രണ്ട് ലെഫ്റ്റിലും റൈറ്റിലും കോളം സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ABCയും DEFഉം കൊടുക്കാം. ഓക്കെ, ഇത് നോൺ ഒറാക്കിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വേറൊരു ടേബിൾ വേണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് നമുക്കിപ്പം ഹാഷ് കൊടുക്കാം. ഈഫ് അത് ഒരു മിനിറ്റ്, ഹാഷ് കൊടുത്ത് ഈഫ് ഇതാണെങ്കിൽ ഒരു MySQL ഡേറ്റാബേസ് ആണെങ്കിൽ അത് വർക്കൗട്ട് ആകും. അല്ലെങ്കിൽ നമുക്ക് ഹൈഫൺ കൊടുത്താൽ പോസ്റ്റ്ഗ്രസ് ആണോ എന്ന് അറിയാൻ പറ്റുമല്ലോ. സോ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഇൻ്റേണൽ എറർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് കൊടുക്കണമായിരുന്നു. അവിടെ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹൈഫൺ കൊടുത്ത് നോക്കാം. എറർ ആണെന്നിട്ടും ഗിഫ്റ്റ് ചുമ്മാ സെലക്ട് കൊടുത്തില്ലായിരുന്നു. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഏതാ പറയുന്നത്, പോസ്റ്റ്ഗ്രസിൻ്റെ ആയിരിക്കും. നമുക്ക് നോക്കാം. യൂണിയൻ യൂസ് ചെയ്ത ഒരു എന്താ പറയുന്നത്, ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് കണ്ടുപിടിക്കണമെന്നാണല്ലോ. പാസ്വേഡ് കണ്ടുപിടിച്ചാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ അറിയാം 2 കോളമാണ് വേണ്ടതെന്നറിയാം. ഇതൊരു പോസ്റ്റ്ഗ്രസിൻ്റെ ആണെന്ന് തോന്നുന്നു. നമുക്കത് ചെക്ക് ചെയ്യാം. അത് ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. പോസ്റ്റ്ഗ്രസിൻ്റെ ആണെന്ന് അറിയണമല്ലോ. പോസ്റ്റ്ഗ്രസിൻ്റെ ആണെങ്കിൽ ഇവിടെ ഈ ഒരു ഇത് കൊടുത്താൽ നമുക്ക് വേർഷൻ അറിയണം. നമുക്ക് നോക്കാം, അത് ചെക്ക് ചെയ്ത് നോക്കാം വേർഷൻ അറിയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ. അങ്ങനെ വേർഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആക്കാമല്ലോ അത് പോസ്റ്റ്ഗ്രസിൻ്റെ ആണെന്ന്. സോ ABCയുടെ അവിടെ നമുക്ക് അത് കൊടുക്കാം. വേറെ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, പെർഫെക്റ്റ്. പോസ്റ്റ്ഗ്രസ് ആണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ്ഗ്രസിൻ്റെ വേർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പോസ്റ്റ്ഗ്രസ് ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിനകത്തുള്ള എല്ലാ ടേബിൾസിനെയും നമുക്ക് നെയിം കിട്ടണം. എങ്കിൽ മാത്രമേ ഈ ഒരു യൂസറിൻ്റെ ഡേറ്റ, അതായത് യൂസർ ഡേറ്റയുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള ടേബിൾ ഏതാണെന്ന് നമുക്ക് അറിയത്തുള്ളൂ. ആദ്യത്തെ ടാസ്ക് നമ്മൾ ആ ഒരു ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ടേബിളിലെ കോളംസ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സെലക്ട് കോളം ഫ്രം ഇന്ന ടേബിൾ എന്ന് കൊടുത്താൽ മതി. നമ്മുടെ മെയിൻ 2 പരിപാടികളെന്ന് വെച്ചാൽ ഏത് ടേബിളാണെന്ന് കണ്ടുപിടിക്കണം, ആ ടേബിളിലെ കോളംസിൻ്റെ നെയിംസ് കണ്ടുപിടിക്കണം. സോ അത് ചീറ്റ് ഷീറ്റിലുണ്ട് അതിൻ്റെ ആ ഒരു മെത്തേഡ്. ഇവിടെ പോസ്റ്റ്ഗ്രസ് ആണെന്ന് നമുക്കറിയാം. കണ്ടോ, ഇത് കൊടുത്താൽ നമുക്കതിലുള്ള എല്ലാ ടേബിൾസിൻ്റെയും ലിസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് എല്ലാം ഫുൾ വേണ്ട 2 കോളം നമുക്ക് യൂസ് ചെയ്തിട്ട് ഒരു കോളം നല്ലത് കൊടുക്കാം. ഒരു കോളം നമുക്ക് ടേബിളിൻ്റെ നെയിം മതി. അതിന് ടേബിൾ നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോളം നെയിം കൊടുത്താൽ മതി. ഇതിനെപ്പറ്റി നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടും. ഇൻഫർമേഷൻ സ്കീമിനെ പറ്റിയിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഒന്ന് ചെറിയ റിസർച്ച് നേരത്തെ ചെയ്തിട്ടുള്ളതായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും സെർച്ച് ചെയ്യാതെ തന്നെ കിട്ടത്തില്ല. ഇതൊരിക്കലും നമ്മൾ എന്താ പറയുന്നത്, ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയുന്ന കാര്യങ്ങളല്ല. റിസർച്ച് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പരിപാടി സ്കില്ലാണ്.
പോസ്റ്റ്ഗ്രസ് വെച്ച് നോക്കാം. ഓക്കെ, കണ്ടോ, ഇതിൽ കോളംസിൻ്റെ ടേബിൾ നെയിം എന്ന് പറഞ്ഞിട്ടൊരെണ്ണം ഉണ്ട്, കണ്ടോ, അതാണ് നമ്മൾ അവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ടേബിൾ നെയിം നള്ളാണ്, ഇത് വേണ്ട, ഇവിടെ ഒരു കോമ വേണം. നൾ ഫ്രം ഇൻഫർമേഷൻ schema.tables. ഇതാണ് നമ്മുടെ പേജിലോട്. മിസ്റ്റേക്സ് ചിലപ്പോൾ കാണും, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും റെഡിയാക്കി എടുക്കേണ്ടി വരും. സോ എന്തായാലും മിസ്റ്റേക്സ് ഇല്ല. അപ്പോൾ നമുക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്താണെന്ന് അറിയണമെങ്കിൽ ലിസ്റ്റ് ബ്രൗസറിലോട്ട് ഒന്ന് മാറ്റാം. കോപ്പി URL കൊടുത്ത് മാറ്റാം. ഓക്കെ, ഇതിൽ ഏതാണ് യൂസറിന് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. യൂസർ ഡിഫൈൻഡ് ടൈപ്സ് ആകത്തില്ല, ഇതൊന്നും ആകാൻ സാധ്യതയില്ല. യൂസർ മാപ്പിങ്സ് ആയിരിക്കത്തില്ല. യൂസേഴ്സ് PVRKW. ഓക്കെ, ഇതൊരു പോസിബിലിറ്റി ഉള്ളൊരു സാധ്യതയാണ്. ഇതൊരു പോസിബിലിറ്റി ഉള്ള സാധ്യതയല്ല, പോസിബിലിറ്റിയാണ്. ഓക്കെ, കണ്ടോ, വേറെ ഒന്നും സാധ്യതയില്ല, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മറ്റേ പോസ്റ്റ്ഗ്രസ് റിലേറ്റഡാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കൊടുത്ത് നോക്കാം. അതിനു മുമ്പ് ആ ഒരു ടേബിളിലെ ഏതൊക്കെ കോളം ഉണ്ടെന്ന് നമ്മൾ അറിയണം. അതിന് ഇൻഫർമേഷൻ schema.columns എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. എൻ്റെ ഇവിടെ ആ ചീറ്റ് ഷീറ്റ് കിടപ്പുണ്ട്, കണ്ടോ. കോളംസ് ടേബിൾ നെയിം എന്ന് പറഞ്ഞിട്ട് ആ ടേബിൾ നെയിം കൊടുത്താൽ നമുക്ക് അങ്ങനെ ടേബിളിൻ്റെ കോളംസ് കിട്ടും. വേർ ടേബിൾ നെയിം ഈക്വൽ ടു യൂസർ PVRKW. ഓക്കെ, ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്. കോളം നെയിം എന്ന് നോക്കി അതും നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. ഞാനത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറിയൊരു റിസർച്ച് ഇൻഫർമേഷൻ schema.columns പറ്റി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കത് അറിയാവുന്നത്. ഗൂഗിൾ നോക്കുക, ഇൻഫർമേഷൻ schema.columns. നമ്മൾ കുറച്ച് മുമ്പ് ഇൻഫർമേഷൻ സ്കീമയെ പറ്റി നോക്കിയതുപോലെ, ടേബിൾസിനെ പറ്റി നോക്കിയതുപോലെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കോളംസിൻ്റെ പേരൊക്കെ നമുക്ക് കിട്ടും. അതിലൂടെ നമുക്ക് ഈ ഒരു പേരോട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുമ്പോൾ എന്താ കണ്ടോ, കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കത് ബ്രൗസറിലോട്ട് വേണമെങ്കിൽ മാറ്റാം. ആ ഒരു കോളംസിൻ്റെ നെയിം വേണമെങ്കിൽ മാറ്റണമെന്നില്ല, എൻ്റെ ഇവിടെ ജസ്റ്റ് നോക്കിയാൽ കിട്ടും ആ കോളത്തിന് എന്തൊക്കെയുണ്ട് കോളംസ് എന്ന്. ഇമെയിൽ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് യൂസർ നെയിമും പാസ്വേഡുമാണ് വേണ്ട. യൂസർ നെയിം നമുക്ക് ഓൾറെഡി അറിയാം, കണ്ടോ. പാസ്വേഡ് കോളത്തിൻ്റെ പേര് ഇതാണ്, പാസ്വേഡ് ഇന്നത്, യൂസർ നെയിമിൻ്റെ ഇതും. ഓക്കെ, പാസ്വേഡ് ആദ്യം, യൂസർ നെയിം അത് രണ്ട് തിരിച്ചു കൊടുത്താലും എങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അറിയാമല്ലോ. ഓക്കെ, ടേബിൾ നെയിം യൂസർ PVRKW. ഓക്കെ, ആ പേരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്, കൊടുക്കാം. പെർഫെക്റ്റ്. നമുക്കിനിയിപ്പം അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡും കിട്ടും. ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് കിട്ടും. നമുക്കതൊന്ന് ബ്രൗസറിലോട്ട് മാറ്റി നോക്കാം, ഒന്നുകൂടെ ഒരു വൃത്തിയായിട്ട് കിട്ടാനായിട്ട്. കോപ്പി URL കൊടുത്തിട്ട് ജസ്റ്റ് അതുകൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് തിരിഞ്ഞു വരും. സാധാരണ നമ്മൾ ആദ്യം യൂസർ നെയിം കൊടുത്ത യൂസർ നെയിം ഇത് പാസ്വേഡ് ഇതെന്ന് തിരിഞ്ഞു വരുമായിരുന്നു. നമ്മളിതിങ്ങനെ കൊടുത്തോണ്ടാണേ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പാസ്വേഡ് ഇതാണ്. എടുക്കുക, അക്കൗണ്ടിൽ കയറുക, അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ്, ലോഗിൻ. സക്സസ്ഫുള്ളി നമ്മൾ ആ ഒരു ലാബ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു SQL ഇഞ്ചക്ഷനെ പറ്റിയിട്ടും SQLനെ പറ്റിയിട്ടും പിന്നെ ഗൂഗിൾ നോക്കി കണ്ടുപിടിക്കാനുള്ള ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതൊക്കെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയിട്ടുണ്ട്, ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ്. അല്ല, ഇത് പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ പല വീഡിയോകളിലായിട്ട് നോക്കിയിട്ടുള്ളതാണ്. സോ അത് കാണാത്തവരാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് റെഫർ ചെയ്യുക. ഇനി വീഡിയോസിൻ്റെ ലെങ്ത് കൂടുതലാണ്, അതുകൊണ്ട് നോക്കാൻ മടിയുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യും. ഈ ഒരു ഓൺലൈൻ CTFs, ലൈവ് ബഗ് ബൗണ്ടിയും ബഗ് ഹണ്ടിങ് അതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണ്, നമ്മളിപ്പോൾ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും.